സ്റ്റുഡൻസ് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഈ പ്രൊപ്പോസിഷനാണ് പഠിച്ചത്. അതായത് എച്ചും കെയും ജിയുടെ രണ്ട് സബ് ഗ്രൂപ്പുകളാണ്. എച്ച് ഇൻവേഴ്സ് കെ എച്ച് എലമെന്റ് ഓഫ് കെ ഫോർ ഓൾ എച്ച് എലമെന്റ് ഓഫ് എച്ച് കെ എലമെന്റ് ഓഫ് കെ എന്നുള്ള കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എച്ച് ഇൻറ്റു കെ എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ജി എന്നുള്ളത് അബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ ഈ എച്ച് ഇൻവേഴ്സ് കെ എച്ച് എന്നുള്ളതിനെ നമുക്ക് എച്ച് ഇൻവേഴ്സ് ഇൻറ്റു എച്ച് കെ എന്ന് എഴുതാം. അപ്പൊ എച്ച് ഇൻവേഴ്സ് എച്ച് ഇൻറ്റു കെ എന്നാവും. എച്ച് ഇൻവേഴ്സ് എച്ച് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി അല്ലേ. അപ്പൊ ഇ ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ കെ ആണ്. കെ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ കെ എന്നുള്ളത് ക്ലിയർ ആണ്. കാരണം കെ കെയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പൊ അബീലിയൻ ആണെങ്കിൽ ഈ സംഭവം ക്ലിയർലി സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഒരു അബീലിയൻ ഗ്രൂപ്പിനെ സംബന്ധിച്ച് എച്ചും കെയും അതിന്റെ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ എച്ച് ഇൻറ്റു കെയും അതിന്റെ സബ് ഗ്രൂപ്പ് തന്നെയായിരിക്കും. പിന്നെ നമ്മൾ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നോക്കാൻ പോകുന്നത്. ഫോർ ദാറ്റ് ഫസ്റ്റ് വി കൺസിഡർ Z15 സ്റ്റാർ. അപ്പൊ അതിന്റെ രണ്ട് സബ് ഗ്രൂപ്പുകൾ കൺസിഡർ ചെയ്യുന്നു. ഒന്ന് 11 ജനറേറ്റഡ് ആണ്. Z15 സ്റ്റാറിൽ 15ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന ആ കോൺഗ്രൻസ് ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ 1ഉം 11ഉം ഇതൊക്കെ അതിലുള്ളതാണ്. അപ്പൊ എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് 1, 11 എന്നുള്ള സബ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്നു. കെ എന്ന് പറയുന്നത് 1, 4. ദെൻ എച്ച് ഇൻറ്റു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ പ്രോഡക്റ്റുകളും എല്ലാ പോസിബിൾ പ്രോഡക്റ്റുകളും കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എച്ച് ഇൻറ്റു കെ എന്ന് പറയുന്നത് അഗൈൻ Z15 സ്റ്റാറിന്റെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ Z15 സ്റ്റാർ അബീലിയൻ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഓൾറെഡി അത് സാറ്റിസ്ഫൈ ചെയ്യും. സോ എച്ച് ഇൻറ്റു കെ അതിന്റെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഇനി എച്ച് ഇൻറ്റു കെ ഏതാണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പോസിബിൾ പ്രോഡക്റ്റും കൺസിഡർ ചെയ്യുന്നു. ആദ്യം 1 കൊണ്ട് ഈ എലിമെന്റ്സിനേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എച്ചിലെ 1 എടുത്തു. അപ്പോൾ 1 ഇൻറ്റു 1 1 ആണ്. 1 ഇൻറ്റു 4 4 ആണ്. ദെൻ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 11 ഇൻറ്റു 1 1 ആണ്. 11 ആണ്. 11 ഇൻറ്റു 4 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മൾട്ടിപ്ലിക്കേഷൻ മോഡിൽ 15 ചെയ്ത് കഴിഞ്ഞാൽ 14 എന്നാണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇതിലത്തെ എച്ച് കെയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് 1, 4, 11, 14 എന്ന് പറയുന്ന ഈ സബ് ഗ്രൂപ്പ് ആണെന്ന് കിട്ടും. അതിനകത്ത് 4 എലമെന്റ്സ് ആണ് ഉള്ളത്. ഇനി നമ്മൾ ഇത് സൈക്ലിക് ഗ്രൂപ്പ് തന്നെയാണ്. ഇത് 7 കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഇതിനെ എൽ എന്ന് വിളിച്ചിട്ട് എൽ ഇൻറ്റു എച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Z15 സ്റ്റാറിൽ എല്ലാവരെയും കിട്ടും. അപ്പൊ ആ ഭാഗം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ദെൻ അടുത്ത എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അഡിറ്റീവ് നൊട്ടേഷനിലാവുമ്പം എച്ച് ഇൻറ്റു കെ എന്നല്ല എച്ച് പ്ലസ് കെ എന്നാണ് വരിക. നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഇസഡിന്റെ സബ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ NZ ഫോമിൽ വരുന്നവരാണ്. അപ്പൊ അതിന്റെ രണ്ട് സബ് ഗ്രൂപ്പുകൾ AZ-ഉം BZ-ഉം എടുത്തു. എന്നിട്ട് അതിന്റെ സമ്മ് നമ്മൾ പറഞ്ഞു അഡിറ്റീവ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അഡീഷൻ ആണ് നൊട്ടേഷൻ. അപ്പൊ AZ പ്ലസ് BZ അത് GCD ഓഫ് AB ഇൻറ്റു Z ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് 2Z പ്ലസ് 4Z എന്ന് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും 2ന്റെയും 4ന്റെയും GCD എടുത്തിട്ട് ആ നമ്പർ ഇൻറ്റു Z എന്നുള്ള ആ ഗ്രൂപ്പിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് അത് അങ്ങനെ തന്നെയല്ലേ നോക്കുക. ഈ രണ്ട് ഗ്രൂപ്പുകൾ എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുള്ള എലമെന്റ്സുകൾ എടുത്തിട്ട് എല്ലാ പോസിബിൾ സമ്മും എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പ്രൂഫ് നോക്കാം. ഇപ്പൊ ജി എന്ന് പറയുന്നത് ഇവിടെ അഡിറ്റീവ് അബീലിയൻ ഗ്രൂപ്പ് ആണ്. എച്ച് എന്ന് പറയുന്നത് AZ, ബി എന്ന് പറയുന്നത് കെ എന്ന് പറയുന്നത് BZ. എച്ച് പ്ലസ് കെ ആണ് നമുക്ക് GCD ഓഫ് എ ഇൻറ്റു AB ഇൻറ്റു Z എന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ GCD ഓഫ് ABനെ D എന്ന് വിളിച്ചു. ഇനി എച്ച് പ്ലസ് കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് പ്ലസ് കെയില് ഇവിടെ എച്ചില് എയുടെ എല്ലാ മൾട്ടിപ്പിൾസും വരും, കെയില് ബിയുടെ എല്ലാ മൾട്ടിപ്പിൾസും വരും. അപ്പൊ എച്ച് പ്ലസ് കെയില് ഇവർ രണ്ടുപേരുടെയും സം ആയിട്ട് വരുന്ന എല്ലാ എലമെന്റ്സും, അതായത് എച്ച് പ്ലസ് കെയില് ലീനിയർ കോമ്പിനേഷൻ ഓഫ് A ആൻഡ് B ആണ് വരിക. ഡി എന്ന് പറയുന്നത് അവരുടെ GCD ആയതുകൊണ്ട് ഇതിലെ എല്ലാവരെയും ഡി കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ആൻഡ് സോ എച്ച് പ്ലസ് കെ എന്ന് പറയുന്നത് DZ-നകത്ത് ഉണ്ടാവും. ഇനി തിരിച്ച് DZ-ലെ എല്ലാവരും ഡി എന്ന് പറഞ്ഞ ലീനിയർ കോമ്പിനേഷൻ ഓഫ് A ഇൻറ്റു B എന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. കാരണം D GCD ആയതുകൊണ്ട്. സോ DZ-ലെ എല്ലാവരെയും നമുക്ക് എങ്ങനെ എഴുതാം? ഡിയുടെ മൾട്ടിപ്പിൾ എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഡി ഓൾറെഡി എച്ച് പ്ലസ് കെയിൽ വന്നു. സോ ഡിയുടെ എല്ലാ മൾട്ടിപ്പിൾസും എവിടെ വരും? എച്ച് പ്ലസ് കെയിൽ വരും. എച്ച് പ്ലസ് കെ സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട്. സോ നമുക്ക് DZ സബ്സെറ്റ് ഓർ ഈക്വൽ ടു എച്ച് പ്ലസ് കെ എന്ന് കിട്ടി. സോ ദാറ്റ് ടു ആർ ഈക്വൽ. ദാറ്റ് മീൻസ് AZ പ്ലസ് BZ ഈക്വൽ ടു GCD ഓഫ് AB ഇൻറ്റു Z. ഇനി അടുത്തത് ഒരു ഡെഫിനിഷൻ ആണ് ഡയറക്റ്റ് പ്രോഡക്റ്റ് എന്നുള്ളത്. നമ്മൾ അത് കഴിഞ്ഞിട്ട് അത് സബ് ഗ്രൂപ്പ് ആണെന്നുള്ളതും പ്രൂവ് ചെയ്യും. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് സബ് ഗ്രൂപ്പുകൾ എടുത്തിട്ട് അതിന്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് എങ്ങനെ പുതിയ സബ് ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകൾ തന്നെ എടുക്കുന്നു. Let G1 and G2 be groups. The set of all ordered pairs X1, X2
such that x1 element of G1, x2 element of G2 is called the direct product of G1 and G2 and is denoted by G1 cross G2. രണ്ട് സെറ്റുകൾ എങ്ങനെയാണ് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക? ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലെ എലമെന്റ്സിനെ ഓർഡർഡ് പെയർ ആയിട്ട് എഴുതില്ലേ? ആദ്യത്തെ എലമെന്റ് G1ൽ നിന്നും രണ്ടാമത്തെ എലമെന്റ് G2ൽ നിന്നും, അങ്ങനെ എല്ലാ പോസിബിൾ ഓർഡർഡ് പെയേഴ്സിന്റെയും കളക്ഷൻ അതാണ് G1 ക്രോസ് G2. ഇത് പ്രൊപ്പോസിഷനിൽ പ്രൂവ് ചെയ്യുന്നത് G1ഉം G2ഉം ഗ്രൂപ്പുകളാണെങ്കിൽ ഈ പറയുന്ന G1 ക്രോസ് G2ൽ നമ്മൾ ഇവിടെ ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നു. G1 ക്രോസ് G2ലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഓർഡർഡ് പെയർ രൂപത്തിലായിരിക്കും. A1 A2 B1 B2 ഇതിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഫസ്റ്റ് കോർഡിനേറ്റ്സിന്റെ പ്രോഡക്റ്റ് A1 ഇൻറ്റു B1, സെക്കൻഡ് കോർഡിനേറ്റ് A2 ഇൻറ്റു B2. ഇവിടെ എന്താണ് ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ G1ൽ ഒരു ബൈനറി ഓപ്പറേഷൻ ഉണ്ടാവില്ലേ, അതാണ് ഈ എലമെന്റ്സിന്റെ ഇടയിലുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത്. A2 ഇൻറ്റു B2 എന്ന് പറഞ്ഞാൽ G2ലെ ബൈനറി ഓപ്പറേഷൻ എന്താണോ അതാണ് ഇതിനിടയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇനി അപ്പൊ അങ്ങനൊരു ബൈനറി ഓപ്പറേഷൻ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചു. നമുക്ക് ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ ബൈനറി ഓപ്പറേഷൻ വെച്ചിട്ട് G1 ക്രോസ് G2 ഒരു ഗ്രൂപ്പ് ആണെന്നാണ്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. A1 G1ൽ നിന്നും A2 G2ൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ ഇവരിന്റെ ഈ ഓർഡേർഡ് പെയർ A1 A2ന്റെ ഓർഡർ എന്ന് പറയുന്നത് A1ന്റെ ഓർഡറിന്റെയും A2ന്റെ ഓർഡറിന്റെയും LCM ആണെന്ന് കൂടി പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് പ്രൂഫ് നോക്കാം. അപ്പൊ ആദ്യം പ്രൂവ് ചെയ്യുന്നത് ആ തന്നിട്ടുള്ള ബൈനറി ഓപ്പറേഷൻ വെച്ചിട്ട് G1 ക്രോസ് G2 ഗ്രൂപ്പ് ആണെന്നാണ്. അപ്പൊ ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ G1ഉം G2ഉം ഡിഫറെന്റ് ബൈനറി ഓപ്പറേഷൻസ് ഉള്ള ഡിഫറെന്റ് സെറ്റ് ഗ്രൂപ്പുകളാണ്. അപ്പൊ അത് അവരുടെ ക്രോസ് പ്രോഡക്റ്റ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഈ പറഞ്ഞ ബൈനറി ഓപ്പറേഷൻ വെച്ചിട്ട് അത് അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഐഡന്റിറ്റി ഉണ്ട്, ഓരോരുത്തർക്കും ഇൻവേഴ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അസോസിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് 3 എലമെന്റ്സ് കൺസിഡർ ചെയ്യുന്ന A1 A2 B1 B2 C1 C2 3 പേര് G1 ക്രോസ് G2ൽ നിന്ന് എടുത്തു. ഇനി A1 A2 ഇൻറ്റു ഇവരെ രണ്ടുപേരെയും കൂടെ പ്രോഡക്റ്റ് എടുക്കുന്നു. അപ്പൊ ഇവരുടെ പ്രോഡക്റ്റ് ഡെഫിനിഷൻ പ്രകാരം B1 ഇൻറ്റു C1 B2 ഇൻറ്റു C2 എന്നുള്ളതാണ്. ഇനി ഇതൊരു എലമെന്റ് എന്നുള്ള രൂപത്തിൽ പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ A1 ഇൻറ്റു B1 C1 A2 ഇൻറ്റു B2 C2 അങ്ങനെ വരും ഇതിന്റെ പ്രോഡക്റ്റ്. ഇനി ഈ എലമെന്റുകൾ G1ൽ നിന്നാണ്. G1ല് അസോസിയേറ്റിവിറ്റി ഉണ്ട്, അപ്പൊ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ A1 B1 ഇൻറ്റു C1 എന്ന് എഴുതാം. അതേപോലെ ഈ 3 പേരും G2ലെ എലമെന്റ്സ് ആണ്, അവിടുത്തെ അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ A2 B2 ഇൻറ്റു C2 എന്ന് എഴുതാം. ഇനി വീണ്ടും നമ്മൾ ആ ഡെഫിനിഷൻ തിരിച്ചുള്ള കാര്യം അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇതിനെ A1 B1 A2 B2 ഇൻറ്റു C1 C2 എന്ന് എഴുതി. ഇതിനെ അഗെയിൻ നമ്മൾ A1 A2 ഇൻറ്റു B1 B2 ഇൻറ്റു C1 C2 എന്ന് എഴുതി. അപ്പൊ അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് കിട്ടി. ഇനി G1 ക്രോസ് G2 ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെന്ന് പറയണം. അപ്പൊ G1ലെ ഐഡന്റിറ്റി എലമെന്റിനെ E1 എന്നും G2ലെ ഐഡന്റിറ്റി എലമെന്റിനെ E2 എന്നും ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ E1 A2 എന്ന് പറയുന്ന ഈ ഓർഡേർഡ് പെയർ G1 ക്രോസ് G2ന്റെ ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും. കാരണം E1 E2 ഇൻറ്റു A1 A2 ചെയ്ത് കഴിഞ്ഞാൽ E1 A1 E2 A2 എന്ന് വരിക, അത് A1 A2ന് ഈക്വൽ ആണ്. ആൻഡ് ഇനി ഇവിടുത്തെ ഒരു എലമെന്റിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 A2ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ A1 ഇൻവേഴ്സ് A2 ഇൻവേഴ്സ് ഓരോ കോർഡിനേറ്റിന്റെയും ഇൻവേഴ്സ് എന്നുള്ളത് അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. അതും G1 ക്രോസ് G2ൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ G1 ക്രോസ് G2 ഗ്രൂപ്പായി മാറി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് A1ന്റെ ഓർഡർ N ഉം A2ന്റെ ഓർഡർ G2 എന്നുള്ള ഗ്രൂപ്പിൽ M ആണെങ്കിൽ ഈ ഓർഡേർഡ് പെയർ A1 A2ന്റെ ഓർഡർ എന്ന് പറയുന്നത് LCM ഓഫ് N, M എന്നാണ്. ഇനി ഓർഡേർഡ് പെയർ A1 A2ന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ K സച്ച് ദാറ്റ് ദിസ് എലമെന്റ് റേസ്ഡ് K ഈക്വൽ ടു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇവിടെ E1 E2 ആണ്. പക്ഷെ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് A1 റേസ്ഡ് K, A2 റേസ്ഡ് K ആണ്. അപ്പൊ ഇത് എപ്പോഴും ഐഡന്റിറ്റി ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കോർഡിനേറ്റ് E1ന് ഈക്വൽ ആവണം, രണ്ടാമത്തെ കോർഡിനേറ്റ് E2ന് ഈക്വൽ ആവണം. ആദ്യത്തെ കോർഡിനേറ്റ് എപ്പോഴാണ് E1ന് ഈക്വൽ ആവുക? A1ന്റെ K എന്ന് പറയുന്നത് A1ന്റെ ഓർഡർ ആവുകയോ അല്ലെങ്കിൽ A1ന്റെ ഓർഡറിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ മാത്രമാണ് ഈ A1 റേസ്ഡ് K1 ഐഡന്റിറ്റി ആവുക. A2 റേസ്ഡ് K ഐഡന്റിറ്റി ആവുക എപ്പോഴാണ്? E2 ആവുക എപ്പോഴാണ്? K എന്ന് പറയുന്നത് ഒന്നുകിൽ ഓർഡർ ഓഫ് A2 അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ ആവുമ്പോൾ. അപ്പൊ ഇത് രണ്ടും ഒന്നിച്ച് സംഭവിച്ചാലേ ഈ ഓർഡേർഡ് പെയർ ഈക്വൽ ടു E1 E2 എന്ന് കിട്ടുള്ളൂ. അപ്പൊ ഇത് രണ്ടും ഒന്നിച്ച് സംഭവിക്കണമെങ്കിൽ K എന്ന് പറയുന്നത് A1ന്റെ ഓർഡറിന്റെ മൾട്ടിപ്പിളും A2ന്റെ ഓർഡറിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇനി ഇങ്ങനെയുള്ളതിൽ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജറിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. സോ ദിസ് A1 A2 റേസ്ഡ് K ഈക്വൽ ടു E1 E2 അങ്ങനെയുള്ള സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് ഓർഡർ ഓഫ് A1 ആൻഡ് ഓർഡർ ഓഫ് A2. അതിനെയാണ് നമ്മൾ LCM എന്ന് പറയുന്നത്. സോ K ഈക്വൽ ടു LCM ഓഫ് N, M ആയിരിക്കും.
അപ്പോൾ അത്രയാണ് ആ തിയറത്തിലുള്ളത്. ഇനി നമ്മൾ ഇപ്പം പറഞ്ഞ റിസൾട്ട് പ്രകാരം G1ഉം G2ഉം രണ്ട് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് G1 ക്രോസ് G2 ഗ്രൂപ്പ് ആക്കാന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ Z2 ക്രോസ് Z2 കൺസിഡർ ചെയ്യാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഇത് നല്ല വൃത്തിയിൽ പഠിച്ചോണം. ക്ലാൻ ഫോർ ഗ്രൂപ്പ് എന്നാണ് ഗ്രൂപ്പിന് പറയാ. ഇതിനകത്ത് 4 എലമെന്റ്സ് ഉണ്ടാവും. ഇതിനകത്ത് 2, ഇതിനകത്ത് 2. ഇപ്പം ക്രോസ് പ്രൊഡക്റ്റിൽ 4 എലമെന്റ്സ് ഉണ്ടാവും. Z2ലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ 0, 1. സാധാരണ നമ്മൾ കോൺഗ്രൻസ് ക്ലാസ്, അതായത് ബോക്സിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 1 എന്ന് എഴുതാം. അപ്പോൾ ആ നൊട്ടേഷൻ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോംപ്ലിക്കേറ്റഡ്, നമുക്കിത് എഴുതാൻ നല്ല പാടാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ 0, 1 എന്നുള്ള നൊട്ടേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം Z2 ക്രോസ് Z2ലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 0, 0, 1, 0, 0, 1, 1, 1. ഈ 4 എലമെന്റ്സ് വരും. അപ്പൊ ആ ഗ്രൂപ്പ് ടേബിൾ എന്താന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ അഡീഷൻ ആണല്ലോ Z2ലെ ഓപ്പറേഷൻ. അപ്പോൾ ഓരോ കോർഡിനേറ്റിലും ആഡ് ചെയ്യുക, അഡീഷൻ എന്നുള്ള രീതിയിലാണ് ഓപ്പറേഷൻ വരിക. Z2ലെ അഡീഷൻ. അപ്പൊ ഫസ്റ്റ് റോ, അത് ഫസ്റ്റ് കോളം നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. 1, 0 + 1, 0 ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 1 + 1 ഫസ്റ്റ് കോർഡിനേറ്റിന്റെ എന്താ വരിക എന്നുള്ളതാണ് ചോദിക്കുന്നത്. 1 + 1 എന്ന് പറഞ്ഞാൽ Z2ല് അത് 2 ആണ്. 2 എന്ന് പറയുന്നത് അവിടെ 0 ആണ്. അപ്പൊ ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആയി. പിന്നെ 0 + 0, 0. ഇനി ഇവിടെ 1, 1 + 1, 1 നോക്കിക്കേ. അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് 1 + 1 Z2ല് അത് 0 ആണ്. അപ്പോൾ 0 ആയി. സെക്കൻഡ് കോർഡിനേറ്റ് 1 + 1 Z2ല് അത് 0 ആണ്. 0 ആയി. അപ്പോൾ ആ രീതിയിലാണ് ഇത് ഈ ഗ്രൂപ്പ് ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ക്ലാൻ ഫോർ ഗ്രൂപ്പിന്റെ പ്രത്യേകത, ക്ലാൻ ഫോർ ഗ്രൂപ്പ് അബീലിയൻ ആണ്. കാരണം നോക്കിക്കേ, ഈ മെയിൻ ഡയഗണൽ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് മിറർ ഇമേജ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സിമെട്രിക് അബൌട്ട് ദി മെയിൻ ഡയഗണൽ ആണ്. അതുകൊണ്ട് ഇത് അബീലിയൻ ഗ്രൂപ്പ് ആണ്. ഞാൻ പറയുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ ഇതിന്റെ നോട്ട് എഴുതുമ്പോൾ എഴുതണം. അപ്പോൾ ഇത് അബീലിയൻ ഗ്രൂപ്പ് ആണ്. പക്ഷെ ഇത് സൈക്ലിക് ഗ്രൂപ്പ് അല്ല. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ താഴെ 0, 0 ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് ഏതാണ്? 1, 0 ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ്, 0, 1 ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ്, 1, 1 ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ്. ഈ 4 എലമെന്റ്സും ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പുകൾ ഇതിന്റെ താഴെ തന്നെ എഴുതുക. എന്നിട്ട് അതൊന്നും Z2 ക്രോസ് Z2ന് ഈക്വൽ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇത് സൈക്ലിക് അല്ല എന്ന് കിട്ടും. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് ക്ലാൻ ഫോർ ഗ്രൂപ്പ് എന്നുള്ളതിന്റെ ആൻസർ ആവുള്ളൂ. അതായത് എന്തൊക്കെ വേണം? Z2 ക്രോസ് Z2ലെ എലമെന്റ്സ് ഏതാണ്, അതിന്റെ ഗ്രൂപ്പ് ടേബിൾ എന്താണ്, ഇത് അബീലിയൻ ആണെന്നുള്ളത്, അതിന്റെ റീസൺ എന്താണ്, അതുപോലെ ഇത് സൈക്ലിക് അല്ല, അപ്പൊ അതിന്റെ റീസണും കൂടി നമ്മൾ ഈ ചെയ്ത് കാണിക്കണം. ഇനി അടുത്ത എക്സാമ്പിൾ Z ക്രോസ് Z. Z എന്ന് പറയുന്നത് സൈക്ലിക് ആണ്, നമുക്കറിയാം. ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ്, ഒരേ ഒരു ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പേ ഉള്ളൂ, അതാണ് Z. അപ്പൊ Z ക്രോസ് Z നമ്മൾ കൺസിഡർ ചെയ്യുന്നു. Z ക്രോസ് Z ഇതിനകത്തുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ഓർഡർഡ് പെയർ M, N എന്നുള്ള രൂപത്തിൽ വരിക. അവിടെ M ഉം N ഉം ഇൻഡിജേഴ്സ് ആയിരിക്കും. പക്ഷേ Z ക്രോസ് Z സൈക്ലിക് അല്ല. കാരണം അതിലത്തെ ഒരു എലമെന്റ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് എടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റിന്റെ മൾട്ടിപ്പിൾ എന്നുള്ള രൂപത്തിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 10നെയും 01നെയും ഒന്നിച്ച് ഒരിക്കലും ഒരു എലമെന്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2 എലമെന്റ് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ Z ക്രോസ് Zനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ എലമെന്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ Z ക്രോസ് Z സൈക്ലിക് അല്ല. ഇനി Z2 ക്രോസ് Z3 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൈക്ലിക് ആണ്. കാരണം 1, 1 എന്നുള്ള എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ 1, 1ന്റെ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ എലമെന്റിന്റെ ഓർഡർ Z2ലുള്ളത്, രണ്ടാമത്തെ എലമെന്റിന്റെ ഓർഡർ Z3ലുള്ളത്, അതിന്റെ രണ്ടിന്റെയും LCM ആണ്. അപ്പൊ ഇവിടെ 1ന്റെ ഓർഡർ Z2ല് 2 ആണ്. കാരണം 1 + 1 ആണ് അവിടെ 0 ആവുന്നത്. Z3ല് 1ന്റെ ഓർഡർ 3 ആണ്. അപ്പൊ 2ന്റെയും 3യുടെയും LCM എടുത്തു കഴിഞ്ഞാൽ 6 ആണ്. അപ്പൊ Z2 ക്രോസ് Z3യുടെ ഓർഡർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗ്രൂപ്പ് സൈക്ലിക് ആണ്. പക്ഷെ Z2 ക്രോസ് Z4 സൈക്ലിക് അല്ല. കാരണം ഇതിലെ എലമെന്റ്സിന്റെ ഇപ്പൊ 1, 1 എന്നുള്ള എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ കിട്ടുക നമുക്ക് LCM ഓഫ് 2, 4 എന്നുള്ളതാണ്. അപ്പൊ അത് 4 വരുള്ളൂ. ഇതിനകത്ത് 8 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് സൈക്ലിക് അല്ല. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഓരോന്നും ഇത് മനസ്സിലായില്ല എന്നുള്ളത് വിചാരിക്കേണ്ട. നമ്മൾ ഇതിന്റെ ഒരു തിയറം പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വെച്ചിട്ട് അത് ഈസി ആയിട്ട് പറയാൻ പറ്റും. ആ തിയറം ഇതാണ്: Zm ക്രോസ് Zn is cyclic if and only if M and N are relatively prime. നോക്കിക്കേ, 2 ഉം 3 റിലേറ്റീവ് പ്രൈം ആണ്. അതുകൊണ്ട് Z2 ക്രോസ് Z3
സൈക്ലിക്കായി. Z2 ക്രോസ് Z4 സൈക്ലിക് അല്ല, കാരണം 2ഉം 4ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല, അവർക്ക് കോമൺ ഫാക്ടർ ആയിട്ട് 2 ഉണ്ട്. ഇനി അടുത്തത് ഫീൽഡിന്റെ ഡെഫിനിഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെറ്റ് എഫ് ബി എ സെറ്റ് വിത്ത് 2 ബൈനറി ഓപ്പറേഷൻസ് പ്ലസ് ആൻഡ് ഡോട്ട് വിത്ത് റെസ്പെക്റ്റീവ് ഐഡന്റിറ്റി എലമെന്റ്സ് 0 and 1.